ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ചെറുപയറും ബീട്രൂട്ടും ചേർന്നുള്ള റെസിപ്പിയാണ്. ചെറുപയറും ബീട്രൂട്ടും ചേർത്ത് തോരനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്നൊരു തോരനാണ്. ബീട്രൂട്ട് തോരൻ പൊതുവേ ചില ആളുകൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല, മധുരമാണെന്ന് പറഞ്ഞിട്ട്. ഇത് മധുരം അധികം ഇല്ലാത്ത രീതിയിൽ, ആ ബീട്രൂട്ടിൻ്റെ മധുരം അധികം അറിയാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു തോരൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് ഈ പയറൊന്ന് കഴുകി കുക്കറിൽ വേവിക്കാൻ വെക്കാം. പയർ കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പയറിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെള്ളവും ഉപ്പും മാത്രം ചേർത്താണ് നമ്മൾ പയർ വേവിക്കാൻ വെക്കുന്നത്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് ബീട്രൂട്ട് നന്നായിട്ട് കുക്കായി കിട്ടുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയിലാണ് കുക്ക് ചെയ്യുന്നത്, വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ബീട്രൂട്ട് ആയതുകൊണ്ടാണ് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ടിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. പിന്നെ 2 ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാ ഇതുപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മുടെ തേങ്ങയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ചേർന്ന് ഇതുപോലെ നമ്മുടെ ഒരു തോരൻ്റെ ഭാഗത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ ചട്ടി വെച്ചിട്ട് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പയർ കുക്കായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉഴുന്ന് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് ചേർക്കട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉഴുന്ന് ചേർക്കുന്നില്ല. മൺചട്ടി ആയതുകൊണ്ട് തന്നെ കടുക് പൊട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ടും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ബീട്രൂട്ട് ഒന്ന് ആവിയിൽ കുക്കായി വരണം. അതിനായിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിലേക്ക്. ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല ബീട്രൂട്ട് വേവിക്കുന്നത്, വളരെ ചെറിയ അളവിൽ വെള്ളം ചേർത്തിട്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവും, ബീട്രൂട്ട് കുക്കായി കിട്ടില്ല, സമയം കൂടുതലെടുക്കും ബീട്രൂട്ട് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിലേക്ക് നമ്മൾ ഒഴിച്ചൊഴിത്തിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടില്ല, പയറിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇനി അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെക്കണം. പയറും കൂടി ചേർത്തിട്ട് വേണം ഇനി അടച്ചു വെക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ പയറിലേക്കും ഈ ഉപ്പും എരിവും എല്ലാം പിടിച്ചു വരണമല്ലോ. പയറിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട്, പക്ഷേ എരിവൊക്കെ പിടിച്ചു വരണമല്ലോ. ആ തേങ്ങയുടെ ടേസ്റ്റും എല്ലാം ചേർന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പയറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയറും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കുക. ഇത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിരുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പിലുള്ള ആ റോ ടേസ്റ്റ്, തേങ്ങയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു തോരനാണ് ഇത്. ഇങ്ങനെ ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ
അപ്പോൾ നമ്മൾ നമ്മുടെ ബീട്രൂട്ടും പയറും എല്ലാം ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ആയി. ഇനി നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എങ്ങനെയുണ്ട്, എരിവ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. എരിവ് ആവശ്യത്തിന് ഉണ്ടാവും. എരിവ് കുറവൊന്നും ആയിരിക്കില്ല. നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ എരിവ് ആവശ്യത്തിന് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പ് എരിവൊക്കെ. അതിനുശേഷം നമുക്ക് ബാക്കി ഒരു കാര്യവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കുക്കായി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം എന്നുള്ളത് 1/2 കപ്പ് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ 1/4 കപ്പ് വെള്ളം ചേർത്തപ്പോൾ തന്നെ ബീട്രൂട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വെള്ളം എന്ന അളവ് പറഞ്ഞത്. അപ്പോൾ ഇതിനി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഒന്ന് ഡ്രൈ ആയി വരാനായിട്ട്, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരാനായിട്ട്. പയർ കുഴഞ്ഞ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടി കുഴഞ്ഞിരിക്കും നമ്മുടെ തോരൻ. ഇതിപ്പോൾ പയർ കുഴയാതെ വേവിച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. പിന്നെ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കുള്ളൂ. നോൺ സ്റ്റിക്ക് പാനിലോ ഇരുമ്പിൻ്റെ ചട്ടിയിലോ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 തണ്ടും കൂടി കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. നമുക്കിനി ഇത് വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നമ്മുടെ തോരനിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. ഇപ്പോൾ ഇതാ ചട്ടിയുടെ ചൂടിലിരുന്ന് വീണ്ടും നന്നായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.